കഴിഞ്ഞ രണ്ടാഴ്ചയും വ്യത്യസ്ത കാരണങ്ങൾ മൂലം ഈ പ്രഭാഷണം നടത്താൻ കഴിഞ്ഞില്ല. ഇനി അങ്ങോട്ട് എല്ലാ ശനിയാഴ്ചയും ഇത് നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് മറ്റു പല കാര്യങ്ങളേക്കും തടസ്സമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ടാഴ്ച കൂടുമ്പോഴായിരിക്കും പ്രഭാഷണം നടത്തുക. മറ്റൊന്നുള്ളത്, പല വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. കാരണം ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വല്ലാതെ വൈകി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കാര്യമില്ല. അതേസമയം തന്നെ ഏതെങ്കിലും ഒരു ആനുകാലിക വിഷയത്തെക്കുറിച്ച് ഇത്ര ദീർഘമായി സംസാരിക്കേണ്ട കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ചിട്ട് ഞാനിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പരിഹാരം, അതിൽ മാസത്തിൽ ഒരു പ്രാവശ്യം മാർക്സിസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുകയും അടുത്ത പ്രാവശ്യം ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാമെന്നുള്ളതായിരിക്കും. അപ്പോൾ ഇത് ഇന്നു മുതൽ അതിന് തുടങ്ങുകയാണ്. അഭിപ്രായങ്ങൾ അറിയിക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്കതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താവുന്നതാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈയിടെ മരിച്ച തത്വശാസ്ത്ര ചിന്തകനായ അന്തോണിയോ നെഗ്രിയെക്കുറിച്ചാണ്. ഇറ്റാലിയൻ തത്വശാസ്ത്രജ്ഞനായിരുന്നു അന്റോണിയോ നെഗ്രി. പക്ഷേ നെഗ്രിയുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ വേണ്ടത്ര വിലമതിക്കാതെ പോയ ഒരു ബുദ്ധിജീവിയെക്കുറിച്ച്, സാമ്പത്തിക ശാസ്ത്രജ്ഞയെക്കുറിച്ച് ആദ്യം സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് മരിച്ചു. ഡോക്ടർ കുഞ്ഞാമൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ കുഞ്ഞാമൻ്റെ മരണത്തിന് ശേഷം ആ ജീവിതം വലുതായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. പലയിടത്തും അനുസ്മരണ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴെങ്കിലും അത് ചെയ്യുന്നു എന്നുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്ന വില, പ്രാധാന്യം, പ്രാമുഖ്യം മരണശേഷമാണ് കിട്ടിയത് എന്നുള്ളൊരു ദൗർഭാഗ്യമുണ്ടെന്ന് മാത്രം. കാരണം കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ദരിദ്രരായ ഭൂരഹിതരായ ആദിവാസികളെയും ദളിതരെയും സംബന്ധിച്ചിടത്തോളം ഡോക്ടർ കുഞ്ഞാമൻ്റെ സാമ്പത്തിക ശാസ്ത്ര മേഖലയിലുള്ള സംഭാവന വളരെയേറെ വിലപ്പെട്ടതാണ്. കുഞ്ഞാമൻ ഒരു ദളിത് ബുദ്ധിജീവിയായിരുന്നു. ദളിത് വിഷയങ്ങളിലാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നത്. മാർക്സിസ്റ്റ് വിരോധിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും കൃതികളും ആത്മകഥയും വായിച്ചു കഴിഞ്ഞാൽ അത് വസ്തുതാപരമല്ല എന്ന് ആർക്കും ബോധ്യമാവും. ഇതെല്ലാം പരസ്യമായി ലഭ്യമായിരിക്കെ ഇത്തരത്തിലുള്ള നുണകൾ എന്തിനാണ് ആൾക്കാർ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. സ്വയം തുറന്നു കാട്ടാനല്ലാതെ മറ്റൊരു രീതിയിലും അത് ഉപകരിക്കുന്നില്ല. ഡോക്ടർ കുഞ്ഞാമൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഭൂപ്രശ്നത്തിലുള്ള കൃത്യമായ നിലപാട്, കേരളത്തിലെ ഭൂപ്രശ്നത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന കൃത്യമായ നിലപാട്, ആ നിലപാട് എല്ലാവിധ അവഗണനയും എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് അവസാനം വരെ അതിന് ഉറച്ചു നിന്നു എന്നുള്ളതുമാണ്. ഇതിൽ കേരളത്തിലെ ML പ്രസ്ഥാനവും ഉൾപ്പെടും. കേരളത്തിലെ ML പ്രസ്ഥാനത്തിൽ മിക്കവാറും, എല്ലാവരുമല്ല, മിക്കവാറും ഭൂപ്രശ്നം ഒക്കെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലപാടുണ്ടായിരുന്നൊരു കാലത്ത് പോലും CPM CPI തിരുത്തൽവാദികൾ ഭൂപരിഷ്കരണത്തോടുകൂടി തീർന്നു എന്ന് പറഞ്ഞിരുന്നവരാണല്ലോ. അവരുടെ കാര്യമല്ല, കാർഷിക വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ML പ്രസ്ഥാനത്തിൻ്റെ മിക്ക പങ്കും
അത് കൈയൊഴിഞ്ഞൊരു കാലത്ത് പോലും ഡോക്ടർ കുഞ്ഞാമൻ ആ വിഷയത്തിൽ ഉറച്ചു നിന്നു, അതിൻ്റെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ടിരുന്നു. ഡോക്ടർ പി ശിവാനന്ദനോടൊപ്പം പരിഷ്കരണം യഥാർത്ഥത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗത്തിൻ്റെ കാർഷിക തൊഴിലാളികളായ ആദിവാസികളുടെയും ദളിതരുടെയും ഭൂപ്രശ്നം പരിഹരിച്ചിട്ടില്ല. അവർക്ക് ഭൂമി ലഭിച്ചിട്ടില്ല, ഭൂമിയുടെ അവകാശത്തിൽ നിന്ന് അവരെ അകറ്റുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞവരാണ്. ഡോക്ടർ ശിവാനന്ദൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതായിരുന്നു ഡോക്ടർ കുഞ്ഞാമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന. അത് അവസാനം വരെ അദ്ദേഹം കുറച്ച് നിന്നിട്ടുമുണ്ട്. ആ നിലപാടുള്ളത് കൊണ്ട് തന്നെയാണ് ഭൂമിജാതി ബന്ധനം എന്നുള്ള കൃതി പ്രകാശനം ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറായത്. ഡോക്ടർ കുഞ്ഞാമനും അതുപോലെ തന്നെ ഡോക്ടർ ശിവാനന്ദനും മറ്റ് ചിലരും എല്ലാം ചേർന്നുകൊണ്ട് 70കളുടെ അവസാനത്തിലാണ് 80കളുടെ ആരംഭത്തിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു ദളിത് പ്രസ്ഥാനത്തിന് മുൻകൈ എടുക്കുകയുണ്ടായി. ദളിത് ഉദ്യോഗസ്ഥരുടെ ഒരു ഉദ്യോഗസ്ഥരുടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ പ്രധാന ദിശയാണ് പ്രാധാന്യമുള്ളത്. സംവരണത്തിലൂടെ നേട്ടങ്ങൾ കിട്ടിയിരിക്കുന്ന, ഉദ്യോഗവും മറ്റെല്ലാം കിട്ടിയിരിക്കുന്ന ദളിതരും ആദിവാസികളും അതിനുള്ള അവസരം ലഭിക്കാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ കാര്യമായ മെച്ചമൊന്നുമില്ലാതെ കഴിയുന്ന ദരിദ്ര ജനവിഭാഗങ്ങൾ, അവർക്കിടയിലുള്ള ദരിദ്ര ജനവിഭാഗങ്ങളുടെ സേവനത്തിന് വേണ്ടി ശ്രദ്ധ തിരിക്കേണ്ടതാണ്, കഴിയുന്ന രീതിയിൽ അതിന് ഉപകരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്നൊരു നിലപാടായിരുന്നു ആ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അതും ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം ഈ ദളിത് ആദിവാസി പ്രശ്നത്തിലുള്ള ഒരു വർഗവീക്ഷണം അത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു വശത്ത് സംവരണത്തിൻ്റെ, ജാതി സംവരണത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ നേട്ടവും തിരിച്ചറിയുമ്പോൾ തന്നെ ആ ജാതി സംവരണം കൊണ്ട് മാത്രം ഈ വരുന്ന ബഹുഭൂരിപക്ഷം ദളിതരുടെയും ആദിവാസികളുടെയും ജീവിത പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നും അത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് അതിലുണ്ടായിരുന്നു. മാർക്സിസം ഒരു വിമോചന ശാസ്ത്രമല്ല എന്ന് ഡോക്ടർ കുഞ്ഞാമൻ പ്രസ്താവിച്ചതായിട്ടൊരു ഉദ്ധരണി ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിൽ എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഡോക്ടർ കുഞ്ഞാമൻ്റെ സൈദ്ധാന്തിക പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും ഇടപെടലുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം തന്നെ മാർക്സിസത്തിൻ്റെ വർഗ സമീപനം അദ്ദേഹം അടിയുറച്ച് പിന്തുടർന്നിരുന്നു എന്ന് കാണാൻ കഴിയും. ഡോക്ടർ കുഞ്ഞാമൻ അവശേഷിപ്പിച്ച് പോയിരിക്കുന്ന ഭൂപ്രശ്നത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, കേരളത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഭൂപ്രശ്നത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും അതിനെ പിന്തുടർന്നുകൊണ്ട് തുടർന്നും ഇന്നും കേരളത്തിൽ അവശേഷിക്കുന്ന ഭൂപ്രശ്നം എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഡോക്ടർ കുഞ്ഞാമനെ ബഹുമാനിക്കാനായിട്ടുള്ള, യഥാർത്ഥത്തിൽ അനുസ്മരിക്കാനായിട്ടുള്ള ഏറ്റവും ശരിയായ മാർഗം. അതിന് ഒരു പ്രേരണയാകട്ടെ അദ്ദേഹത്തിൻ്റെ ഈ അകാല മരണവും അതുപോലെ തന്നെ അനുസ്മരണങ്ങളും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയമായ അന്തോണിയോ നെഗ്രിയുടെ നിലപാടുകൾ, സിദ്ധാന്തങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിലേക്ക് കിടക്കാം. അന്തോണിയോ നെഗ്രി 1970, 60കളുടെ അവസാനം 70കൾ ഈ കാലഘട്ടത്തിൽ ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലുമൊക്കെ തന്നെ ഉയർന്നു വന്ന തീവ്ര ഇടത് നിലപാടുള്ള അരാജകവാദ രാഷ്ട്രീയ സമീപനങ്ങളുള്ള ഒരു ധാരയിലെ അംഗമായിരുന്നു. തൊഴിലാളിവാദം എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാവുന്ന ഓപ്പറൈസ്മോ എന്നൊരു സിദ്ധാന്തമാണ് നെഗ്രിയും മറ്റും പിന്തുണച്ചിരുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലും 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെയായിട്ട് യൂറോപ്പിലൊക്കെ ഉയർന്നു വന്ന സിൻഡിക്കലിസം എന്ന് പറയുന്ന, അതായത് ട്രേഡ് യൂണിയനുകളാണ് വിമോചനത്തിൻ്റെ മുഖ്യ സംഘാടക ശക്തിയാകുന്നത് എന്ന നിലപാടുള്ള ഒരു ധാരയുടെ ഒരു പിന്തുടർച്ചയായിരുന്നു ഈ പറയുന്ന
ഓപ്പറൈസ്മോ എന്ന് പറയുന്നു. 60കളുടെ അവസാനവും 70കളുടെ ആരംഭത്തിലേക്കായിട്ടാണ് ഇറ്റലിയിൽ റെഡ് ബ്രിഗേഡ് പ്രസ്ഥാനം അതിശക്തമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. ഒട്ടേറെ സായുധ ആക്ഷനുകൾ അവർ ഇറ്റലിയിൽ നടത്തുകയുണ്ടായി. ഭരണവർഗങ്ങളെ, അതിലെ പ്രതിനിധികളെ ആക്രമിച്ചുകൊണ്ടും കൊലപ്പെടുത്തിക്കൊണ്ടും അവരുടെ സ്ഥാപനങ്ങളെ തകർത്തുകൊണ്ടും അങ്ങനെ പല രീതിയിലുള്ള സായുധ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഒരു മുൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി അവർ കൊണ്ടുപോവുകയും വധിക്കുകയും ചെയ്യുകയുണ്ടായി. നെഗ്രിക്ക് ഇതിലായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നില്ല. അത് അവർ ഈ റെഡ് ബ്രിഗേഡിൻ്റെ ആൾക്കാർ തന്നെ അത് വ്യക്തമാക്കിയതുമാണ്. പക്ഷേ നെഗ്രിയുടെ ആശയങ്ങളാണ് ഇതിനൊക്കെ പ്രേരണയായത് എന്ന് ആരോപിച്ചുകൊണ്ട് നെഗ്രിയെ കൂടി ഇത്തരം കേസുകളിൽ പ്രതിയാക്കുകയും ജയിലിലടയ്ക്കുകയുമാണ് ചെയ്തത്. ഇടയ്ക്ക് പരോളിലോ മറ്റോ ഇറങ്ങിയപ്പോൾ, ജാമ്യത്തിനോ മറ്റോ ഇറങ്ങിയപ്പോൾ നെഗ്രി ഇറ്റലിയിൽ നിന്ന് രക്ഷപ്പെടുകയും ഫ്രാൻസിൽ അഭയാർത്ഥിയായി നീണ്ടകാലം കഴിയുകയും ചെയ്തു. അങ്ങനെ കഴിയുന്ന സാഹചര്യത്തിൽ ഇറ്റാലിയൻ സർക്കാരുമായി നടന്ന ആ കൂടിയാലോചനകളുടെ ഫലമായി ജയിലിൽ അടച്ചിരിക്കുന്ന നിരവധി ആൾക്കാരെ വിട്ടയക്കാമെന്നുള്ള ഉറപ്പിൽ നെഗ്രി തിരിച്ച് ഇറ്റലിയിലേക്ക് മടങ്ങുകയും 14 വർഷത്തോളം തടവ് അനുഭവിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തു. ഈ തടവിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ് അമേരിക്കൻ തത്വചിന്തകനായ മൈക്കിൾ ഹാർഡുമായി ചേർന്നുകൊണ്ട് എംപയർ, മൾട്ടിറ്റ്യൂഡ്, കോമൺവെൽത്ത് മുതലായിട്ടുള്ള കൃതികൾ തയ്യാറാക്കുന്നത്. അതിനുശേഷം, അതിനു മുമ്പും ചില കൃതികളൊക്കെ ഉണ്ട്. അതിനുശേഷം വന്നിരിക്കുന്നൊരു പ്രധാന കൃതിയാണ് 2017 അസംബ്ലി എന്ന് പറയുന്ന കൃതി. എംപയറിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ആധിപത്യവും ചൂഷണവുമൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും ദേശരാഷ്ട്രങ്ങളിൽ കുത്തക മൂലധനത്തെ അടിസ്ഥാനമാക്കുന്ന സാമ്രാജ്യത്വം ഇന്നില്ല. അതായത് മാർക്സിസം, ലെനിനിസം ഒക്കെ ചൂണ്ടിക്കാട്ടിയ സാമ്രാജ്യത്വം എന്നുള്ള ആ ഒരു അവസ്ഥ, പ്രതിഭാസം ഇന്നില്ല. ഇപ്പോഴുള്ളത് ആധിപത്യം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ളത് സാമ്രാജ്യത്വമല്ല, സാമ്രാജ്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അവരുടെ പുസ്തകത്തിന് എംപയർ എന്നുള്ള പേര് കൊടുത്തത്. ഇംപീരിയലിസം അല്ല, എംപയർ. ഇതാണ് വ്യത്യാസം. അപ്പം ഇങ്ങനെ ദേശരാഷ്ട്രങ്ങളുടെ കുത്തക മൂലധനത്തിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനെ അടിത്തറയാക്കുന്ന സാമ്രാജ്യത്വത്തെക്കുറിച്ചാണല്ലോ മാർക്സിസം, ലെനിനിസം, മാവോയിസം ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അങ്ങനെയല്ല, ദേശരാഷ്ട്രങ്ങളെയൊന്നും ആശ്രയിക്കാതെ കോർപ്പറേറ്റ് മൂലധനം ഇന്ന് ആഗോളതലത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ആഗോള സാന്നിധ്യമാണ് അതിനുള്ളത് എന്നൊക്കെയായിരുന്നു ഈ സാമ്രാജ്യം എന്ന് പറയുന്ന കൃതിയുടെ പ്രധാന വാദഗതി. പക്ഷെ ഇത് എഴുതി അധികം കഴിയും മുമ്പാണ് ഇറാഖ് യുദ്ധം നടക്കുന്നത്. അവിടെ ആ യുദ്ധത്തിൽ നമ്മൾ കണ്ടത്, ലോകം കണ്ടത്, ദേശരാഷ്ട്രങ്ങളുടെ ആധിപത്യം അവസാനിച്ചതായിട്ടല്ല, നേരെ മറിച്ച് തലപ്പത്ത് അമേരിക്കൻ സാമ്രാജ്യത്വവും അതിൻ്റെ നാറ്റോ സഖ്യത്തിലുള്ള മറ്റ് സാമ്രാജ്യത്വ രാജ്യങ്ങളും അവരുടെ ദല്ലാളുകളും താന്താങ്ങളുടെ ദേശരാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കൊസോവോ, പഴയ യുഗോസ്ലാവിലെ യുദ്ധത്തിൽ, ബോസ്നിയ യുദ്ധത്തിലും അതുപോലെ തന്നെ കൊസോവോയുടെ കാര്യത്തിലും ഒക്കെ തന്നെ വീണ്ടും ഇത് തന്നെയാണ് ലോകം കണ്ടത്. അപ്പോൾ സാമ്രാജ്യം എന്ന കൃതിയിൽ നെഗ്രിയും ഹാർഡും വാദിച്ചത് അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ഉത്തേജനമാകുന്നത് ഒരു ജനാധിപത്യപരമായ വ്യാപനവാദ പ്രവണതയാണ്. ഇതിനെ ശുദ്ധമായ സാമ്രാജ്യത്വ വ്യാപനവാദത്തിൽ നിന്ന് വേർതിരിച്ച് കാണണമെന്നായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഭരണഘടനാപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് ഏറെ അകന്ന് യൂറോപ്യൻ മട്ടിലുള്ള സാമ്രാജ്യത്വത്തിൽ കുടുങ്ങിപ്പോയപ്പോൾ സംഭവിച്ച വ്യതിയാനമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വിയറ്റ്നാമിൽ നടത്തിയ കടന്നാക്രമണ യുദ്ധം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക.
ജനാധിപത്യപരമായ വ്യാപനവാദമുണ്ട് അമേരിക്കയ്ക്ക്. പക്ഷെ അതൊരു ജനാധിപത്യപരമായ പ്രവണതയാണ്. അമേരിക്കയുടെ അടിസ്ഥാനപരമായ പ്രവണത എന്ന് പറയുന്നത് ജനാധിപത്യപരമായ ഒന്നാണ്. അതാണ് അതിൻ്റെ ഭരണഘടനയിൽ വ്യക്തമാക്കുന്നത്. ആ ഭരണഘടനാ സങ്കല്പത്തിൽ നിന്നൊരു വ്യതിയാനമായിരുന്നു വിയറ്റ്നാം യുദ്ധം. ഈ അമേരിക്കൻ ഭരണഘടന രൂപം കൊണ്ട് ഏറെക്കാലത്തേക്ക് അത് അടിമത്തത്തിനെ കാത്തുരക്ഷിച്ചിരുന്നു എന്നുള്ള വസ്തുത നെഗ്രിയും ഹാർഡും മറന്നുപോയതാണോ അതെയോ അവഗണിച്ചതാണോ എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും അതാണ് സത്യം. അതിനുശേഷം അമേരിക്കയിലെ വടക്കൻ പ്രദേശങ്ങളിലെ മുതലാളിമാർ അവരുടെ മുതലാളിത്തത്തിൻ്റെ തുടർന്നുള്ള വികാസത്തിന് ഈ പറയുന്ന അടിമത്തവും മറ്റുമൊക്കെ തടസ്സമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിനാകെ ഉടച്ചു വാർക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നിർബന്ധം പിടിച്ചപ്പോൾ അതിനെ തെക്കുള്ള പരമ്പരാഗതമായിട്ടുള്ള അടിമ ഉടമകളായിട്ടുള്ള തോട്ടം ഉടമകൾ എതിർക്കുകയും അങ്ങനെയാണ് അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം നടക്കുന്നത്. അതിനുശേഷമാണ് അടിമത്തം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും ഇവരുടെ നിലപാടിൽ ഈ പറയുന്ന സാമ്രാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തിൽ എവിടെയും സ്ഥാനമില്ല. വിയറ്റ്നാമിൽ ഫ്രഞ്ച് ആധിപത്യം അവസാനിപ്പിച്ച് പോയതിനു ശേഷം വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹോ ചി മിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സായുധ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ഫ്രഞ്ച് സാമ്രാജ്യത്തിന് പിൻവാങ്ങാൻ നിർബന്ധിതമായ ശേഷം ആ സ്ഥാനം പകരം വയ്ക്കാനായിട്ടാണ് അമേരിക്കൻ സാമ്രാജ്യത്വം വന്നത്. പക്ഷെ നെഗ്രിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരത് അങ്ങനെയല്ല കാണുന്നത്. കാരണം നെഗ്രി പറഞ്ഞതുപോലെ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭരണഘടനാപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നുള്ളൊരു വ്യതിയാനം മാത്രമായിരുന്നു. അല്ലാതെ അതിൻ്റെ അടിസ്ഥാന സാമ്രാജ്യത്വ താല്പര്യത്തിൽ നിന്ന് വരുന്നൊരു കാര്യമായിരുന്നില്ല. ഇത് വിയറ്റ്നാമിലെ ജനങ്ങൾ സമ്മതിച്ചു കൊടുക്കുമെന്നുള്ളത് സംശയപരമായ കാര്യം തന്നെയാണ്. നെഗ്രിയും ഹാർഡും ചേർന്ന് അടുത്ത കൃതിയായ മൾട്ടിറ്റ്യൂഡ് എഴുതുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഇറാഖി യുദ്ധമായി. ആ ഇറാഖി യുദ്ധത്തിന് തീർത്തും കപടമായ കാരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, അതായത് ഇറാഖിൻ്റെ അടുത്ത് അണുവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടിയത്. അതിശക്തമായ രീതിയിൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകത്തുടനീളവും ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചു, തെരുവിലിറങ്ങി. ഐക്യരാഷ്ട്രസഭയിലും അതിനുള്ള അംഗീകാരം കിട്ടിയില്ല. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമൊന്നുമില്ലാതെ തന്നെ സ്വന്തം നിലയ്ക്ക് വരുന്നവർ കൂടെ വരട്ടെ, അല്ലാത്തവർ പോട്ടെ എന്നുള്ള മട്ടിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ഇറാഖിന് നേരെ കടന്നാക്രമണം നടന്നാണ് ലോകം കണ്ടത്. വീണ്ടും ഈ പറയുന്ന സാമ്രാജ്യമല്ല, ദേശരാഷ്ട്രത്തെ അധിഷ്ഠിതമായ സാമ്രാജ്യത്വം തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മൾട്ടിറ്റ്യൂഡ് എഴുതുമ്പോഴത്തേക്ക് ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വെളിച്ചത്തിൽ എംപയറിലെ തങ്ങളുടെ നിലപാടുകളെ സ്വയംവിമർശനമായി പരിശോധിക്കാൻ നെഗ്രിയും ഹാർഡും തയ്യാറായില്ല. ചില മാറ്റങ്ങൾ പക്ഷെ അവർ വരുത്തി. അത് ഇങ്ങനെയാണ്. 1990 മുതൽക്കെങ്കിലും അമേരിക്കയുടെ വിദേശ നയത്തിലും യുദ്ധനീക്കങ്ങളിലും സാമ്രാജ്യത്തിൻ്റെയും യുക്തികൾ കാണാം. രണ്ടും, ഒന്ന് മാത്രമല്ല രണ്ടും കാണാം. അഥവാ ആധുനിക യൂറോപ്യൻ സാമ്രാജ്യത്വ രാജ്യങ്ങളെപ്പോലെ അത് ദേശരാഷ്ട്ര ശക്തിയായി പ്രവർത്തിക്കുന്നു. അത് പറയാതെ നിർത്തിയില്ലല്ലോ, അത് പച്ചയ്ക്ക് കാണുന്നൊരു കാര്യമാണല്ലോ ലോകം മുഴുവൻ. അതേസമയം അതിൻ്റെ സാമ്രാജ്യയുക്തിയിൽ പരിമിതമായ ഏതെങ്കിലും ദേശരാഷ്ട്ര താല്പര്യത്തിൻ്റെ അല്ല, മറിച്ച് മുഴുവൻ മനുഷ്യരാശിയുടെയും താല്പര്യത്തിൻ്റെ പേരിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇതാണ് മൾട്ടിറ്റ്യൂഡിൽ രണ്ടുപേരും എഴുതിയിരിക്കുന്നത്. അപ്പോൾ പരിമിതമായ ദേശരാഷ്ട്രത്തിൻ്റെ കാര്യം പറയാതെ മുഴുവൻ മനുഷ്യരാശിയുടെയും താല്പര്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം എവിടെയെങ്കിലും ഇടപെടുമ്പോൾ അത് സാമ്രാജ്യത്വ ഇടപാടല്ല, സാമ്രാജ്യ ഇടപാടാണ് എന്നുള്ള വിശേഷണമാണ് ഇവർ രണ്ടുപേരും കൊണ്ടുവരാൻ നോക്കുന്നത്. ഇത് പറഞ്ഞു വച്ചതിന് ശേഷം സാമ്രാജ്യത്തിൻ്റെ നടത്തിപ്പിന് ദേശരാഷ്ട്ര ഭരണ സംവിധാനങ്ങൾ ഇല്ലാതാക്കേണ്ട
ദേശരാഷ്ട്ര സംവിധാനമൊക്കെ ഇല്ലാതായി, ഇനിയിപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല, ഒരു സാമ്രാജ്യം വന്നു എന്നൊക്കെയാണ് എംപയറിൽ പറഞ്ഞത്. എങ്കിലിപ്പോൾ പറയുന്നതല്ല, സാമ്രാജ്യത്തിൻ്റെ നടത്തിപ്പിന് ദേശരാഷ്ട്ര ഭരണ സംവിധാനങ്ങൾ ഇല്ലാതാക്കണ്ട. ആധിപത്യ ദേശരാഷ്ട്രങ്ങളുടെ ഘടനകളും ജീവനക്കാരും വഴിയാണ് ഇന്ന് സാമ്രാജ്യത്തിൻ്റെ ഭരണ നടത്തിപ്പ് നടത്തുന്നത്. അവർ സാമ്രാജ്യത്തിൽ നിന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സാമ്രാജ്യം എന്ന് പറഞ്ഞോളൂ, അതോടുകൂടി പ്രശ്നം പരിഹരിക്കും. യഥാർത്ഥത്തിൽ പഴയ കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ. ഇതാണല്ലോ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. പക്ഷെ അതങ്ങനെ പറയാനും തങ്ങൾക്ക് അബദ്ധം പറ്റി, തങ്ങളില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് എന്ന് സമ്മതിക്കാനുമുള്ള എന്താ പറയുക നെറിവ് അവർ കാട്ടിയില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ്. അങ്ങനെ ആദ്യ കൃതിയിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ദേശരാഷ്ട്രവും അതിനെ അടിസ്ഥാനമാക്കിയുള്ള ആധിപത്യവും രണ്ടാമത്തെ കൃതിയായ മൾട്ടിറ്റ്യൂഡ് ആയപ്പോഴത്തേക്കും മടങ്ങിയെത്തി. അഥവാ ലോക സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ ചൂഷക ബന്ധങ്ങളും അതിൽ നിന്ന് ഉടലെടുക്കുന്ന യുദ്ധങ്ങളും ഇതിനെയൊക്കെ മടക്കി കൊണ്ടുവന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ഒരു കാര്യം സമ്മതിക്കണം, ഇങ്ങനെ ലോക സംഭവവികാസങ്ങൾ ഇത് ശക്തമായി കൊണ്ടുവന്നപ്പോൾ സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച മാർക്സിസം മുന്നോട്ട് വെച്ച ധാരണകളിലേക്ക് മടങ്ങാൻ തയ്യാറായില്ലെങ്കിലും ഈ സംഭവങ്ങളെ മുൻനിർത്തി തങ്ങളുടെ നിലപാടുകൾ അത്യാവശ്യം ചില മാറ്റങ്ങൾ വരുത്താനുള്ള വിവേകം അവർക്കുണ്ടായി. സ്വയംവർഷം നടത്താനുള്ള നെറിവില്ലെങ്കിലും ആ വിവേകം കാട്ടി നമ്മുടെ നാട്ടിലെ നെഗ്രിസ്റ്റുകൾ ഇതൊന്നും കാണാൻ ഒട്ട് സമ്മതവുമല്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മുഴുവൻ മനുഷ്യരാശിയുടെയും പേരിലുള്ള ഇടപെടൽ അതൊരു സാമ്രാജ്യ ഇടപെടലാണ് എന്നുള്ളവരുടെ വാദഗതിയെന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ അമേരിക്ക എവിടെയെങ്കിലും ഇടപെടുമ്പോൾ അത് സാമ്രാജ്യത്തെ ഇടപെടലല്ല, സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ് എന്ന ഈ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതാണ്. സ്വന്തം നേട്ടത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സാമ്രാജ്യത്വ ശക്തി എവിടെയെങ്കിലും എന്നെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? കൊളോണിയൽ കാലം മുതൽ നമുക്ക് അത് കാണാൻ കഴിയില്ല. പ്രാകൃതരായ ഏഷ്യക്കാരെയും മറ്റും സംസ്കൃത ചിത്രമാക്കാനായിട്ടാണ് കൊളോണിയൽ ആധിപത്യം ഇവിടെ യുദ്ധങ്ങൾ നടത്തിയതെന്നായിരുന്നു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അങ്ങനെയുള്ള മറ്റ് സാമ്രാജ്യ ശക്തികൾ അവകാശപ്പെട്ടു. ഫിലിപ്പീൻസിനെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഫിലിപ്പീൻസിൽ കടന്നു കയറി അവസാനം അതിനെ കീഴ്പ്പെടുത്തിയത്. അതുവരെ അത് സ്പെയിനിൻ്റെ കീഴിലായിരുന്നു. അതേപോലെ യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികളുടെ അനാവശ്യമായ ഇടപെടലുകളും കുത്തിത്തിരിപ്പും മറ്റുമൊക്കെ തടയാൻ വേണ്ടിയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം മൺറോ ഡോക്ട്രിൻ പ്രഖ്യാപിച്ചത്. അതായത് ലാറ്റിൻ അമേരിക്കയിലെ ദക്ഷിണ അമേരിക്കയിലേക്ക് അമേരിക്കയുടെ സമ്മതമില്ലാതെ മറ്റൊരു സാമ്രാജ്യത്വ ശക്തിക്കും വരാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു മൺറോ ഡോക്ട്രിൻ. അപ്പോൾ അങ്ങനെ എല്ലാ കാലത്തും ഇപ്പോൾ ഏറ്റവും അവസാനം വരെ ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പേരിൽ യുദ്ധം നടത്തുന്ന കാലം വരെ എപ്പോഴും എല്ലാ സാമ്രാജ്യത്വ ശക്തികളും മുഴുവൻ മനുഷ്യരാശിയുടെയും താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ കടന്നാക്രമണ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇന്നേ വരെ നടന്നിരിക്കുന്നത് അങ്ങനെയാണ്, ഇനിയും അവർ നടത്താൻ പോകുന്നത് അങ്ങനെയാണ്. ഒരിക്കലും അത് തങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ മൂലധന താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നൊരു യുദ്ധമായിട്ട് അവർ ഒരിക്കലും പറയാൻ പോകുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ തരത്തിൽ ലോകചരിത്രത്തിൽ കാണുന്ന ഈ യാഥാർത്ഥ്യം, ഈ വസ്തുതയെ അവഗണിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് സാമ്രാജ്യത്വ ഇടപെടലിനെ രണ്ടായി വേർതിരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് സാമ്രാജ്യത്വ വ്യാപനവാദ മോഹത്തിൽ നിന്ന് വരുന്ന ഇടപെടൽ, മറ്റൊന്ന് സാമ്രാജ്യത്തിൻ്റെ താല്പര്യത്തിൽ നിന്ന് വരുന്ന ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ വേർതിരിവ് വാസ്തവത്തിൽ വസ്തുതകൾക്ക് നിരക്കുന്നൊരു കാര്യമല്ല, ലോക യാഥാർത്ഥ്യങ്ങളായിട്ട് നിരക്കുന്നൊരു കാര്യമല്ല. ഉൽപ്പാദനത്തിൻ്റെ വികേന്ദ്രീകരണവും ലോക വിപണിയുടെ സുദൃഢീകരണവും മൂലം കേന്ദ്രം പ്രാന്തപ്രദേശം, അതായത് സാമ്രാജ്യത്വം ചൂഷിത രാജ്യങ്ങൾ എന്ന വേർതിരിവ് സാധ്യമല്ല എന്നാണ് നെഗ്രിയും ഹാർഡും വാദിക്കുന്നത്. അമേരിക്കയും ഇന്ത്യയുമൊക്കെ മുതലാളിത്ത ഉൽപ്പാദനത്തിൽ ഒരേപോലെയായി എന്നല്ല അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അവ തമ്മിലുള്ള വ്യത്യാസം അളവുപരമാണ്, ഗുണപരമല്ല. എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ മൂലധനവും കൂടുതൽ മുതലാളിത്തവും ഉണ്ടായിട്ടും ഇവിടെ കുറവേ ആയിട്ടുള്ളൂ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അതൊക്കെ ഒന്ന് തന്നെ.
അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു മർദ്ദക രാജ്യവും മർദ്ദിത രാജ്യവും തമ്മിലുള്ള വേർതിരിവ്, ലോകത്തിൻ്റെ അടിസ്ഥാന വിഭജനം എന്ന് ലെനിൻ ചൂണ്ടിക്കാണിച്ചു. സാമ്രാജ്യത്വത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ലോകത്തുടനീളെടുത്തിരിക്കുന്ന അടിസ്ഥാനപരമായ വിഭജനം എന്ന് ലെനിൻ പറഞ്ഞ ആ കാര്യമാണ് അപ്രത്യക്ഷമാക്കുന്നവർ. എല്ലാം അടിസ്ഥാനപരമായ ഒരുപോലെയാണ്. അവിടെ കുറേ കൂടുതലായി, ഇവിടെ കുറച്ച് കുറവായി, ഇത് താരതമ്യേന കാലം കൊണ്ട് അവിടെ എത്തും എന്ന് പറയുമ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത്. ഒരു വശത്ത് ഇതിനെ എതിർക്കേണ്ടതുണ്ട്, സാമ്രാജ്യത്വ ആധിപത്യത്തിനെ എതിർക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ, ജനസഞ്ചയത്തിൻ്റെ മുന്നേറ്റത്തിലൂടെ ഇതിനെ മറികടക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫലത്തിൽ അതിനെ അനാവശ്യമാക്കുന്ന ഒരു ഭൗതിക അടിത്തറ, അല്ലെങ്കിൽ പരമാവധി ഒരു പരിഷ്കരണം മാത്രം ആവശ്യപ്പെടുന്ന ഒരു ഭൗതിക അടിത്തറയാണ് അവർ ഒരുക്കുന്നത്. സാമ്രാജ്യത്വ ആഗോളവൽക്കരണം അതിവേഗം വ്യാപിക്കുകയും അമേരിക്ക ഏകഛത്രാധിപതിയായി വാഴുകയും ചെയ്ത കാലത്താണ് എംപയറും മറ്റും എഴുതിയത്. ഇന്നാകട്ടെ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തന്നെ ആഗോളവൽക്കരണത്തിൽ നിന്ന് പിൻവാങ്ങുകയും സ്വന്തം സമ്പദ്ഘടനകളെ കാത്തുരക്ഷിക്കുന്ന സംരക്ഷണവാദത്തിൻ്റെ, പ്രൊട്ടക്ഷനിസത്തിൻ്റെ വക്താക്കളാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ ചൈനീസ് സാമ്രാജ്യത്വങ്ങളുടെ മത്സരം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഘടകമായിരിക്കുന്ന കാലവുമാണ്. എന്ന് പറയുമ്പോൾ നെഗ്രിയും ഹാർഡും ഈ കൃതികൾ എഴുതുന്ന കാലത്തുണ്ടായിരുന്നൊരവസ്ഥയെ മുൻനിർത്തി തിരക്കിട്ട് നടത്തിയ സാമാന്യവൽക്കരണങ്ങൾ എത്രമാത്രം ബാലിശമാണ് എന്ന് കാണിക്കണം. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് 1916 ലെനിൻ എഴുതിയ സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ പരമോന്നത ഘട്ടം എന്ന കൃതിയുമായി ഇതൊന്ന് താരതമ്യം ചെയ്യാവുന്നതാണ്. അന്ന് ലഭ്യമായ വിവരങ്ങളും ആനുകാലിക സംഭവവികാസങ്ങളുടെ വിശകലനവും എല്ലാം അടിസ്ഥാനപ്പെടുത്തി ലെനിൻ തയ്യാറാക്കിയ കൃതി ഇന്നും പ്രസക്തമായി തുടരുന്നു. അതിൽ വിവരിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ അടിസ്ഥാന പ്രവണതകൾ, സവിശേഷതകൾ ഏറെക്കുറെ എല്ലാം തന്നെ ഇന്നും തുടരുന്നു. അപ്പോൾ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നൊരു വിശകലനത്തിൻ്റെ തിരക്കിട്ട സാമാന്യവൽക്കരണമല്ല, ആഴത്തിലുള്ള പഠനത്തിൻ്റെ വെളിച്ചത്തിൽ നടത്തുന്ന ഒരു പഠനം അതിൻ്റെ കാലിക പ്രസക്തി നിലനിർത്തുമ്പോൾ തങ്ങൾക്ക് ചുറ്റും കാണുന്ന സംഭവവികാസങ്ങളെ വെച്ചിട്ട് തിരക്കിട്ട സാമാന്യവൽക്കരണങ്ങൾ നടത്തി നെഗ്രിയും ഹാർഡും തയ്യാറാക്കിയ ഈ ഗ്രന്ഥവും അവർ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തവും എത്രമാത്രം ഉപരിപ്ലവമാണ് എന്നാണ് ലോക സംഭവവികാസങ്ങൾ കാട്ടിത്തരുന്നത്. ജനസഞ്ചയത്തെക്കുറിച്ചുള്ള അവരുടെ സിദ്ധാന്തത്തിലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. തൊഴിലാളി വർഗം ഇല്ലാതായി മൂല്യസൃഷ്ടിയും അധ്വാനവും ഇന്ന് മുഖ്യമായും ഭൗതികേതര മണ്ഡലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തൊഴിലാളി വർഗമല്ല ജനസഞ്ചയമാണ് ഇനി സാമൂഹ്യ മാറ്റത്തിൽ കർത്താവുക എന്നാണ് അവർ പറയുന്നത്. അത് ഭൗതികേതര മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ IT, ഇപ്പോൾ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള IT മേഖലകൾ, സേവനങ്ങൾ, അതുപോലെ തന്നെ ശുശ്രൂഷ, ആരോഗ്യരംഗം, അങ്ങനെയുള്ള ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സാംസ്കാരിക മണ്ഡലം, മാധ്യമങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഭൗതികേതരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വസ്തുതയാണോ? ഇന്ന് യഥാർത്ഥത്തിൽ സമീപകാലത്താണ് അമേരിക്കയിൽ ബാലവേലയെക്കുറിച്ചുള്ള ഒരു കേസ് കോടതിയിൽ വന്നത്. ബാലവേല അല്ലാതെ മറ്റൊന്നുമല്ല, ബാലവേലയെക്കുറിച്ച്. കെട്ടിട നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ അപകടകരമായ പല വ്യവസായങ്ങളിലും കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പഠിക്കാൻ നിർത്തുന്നതിനെക്കുറിച്ച്. അതേപോലെ തന്നെ അമേരിക്കയിലെയും യൂറോപ്പിലെയും അതുപോലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളിലെയും ഒക്കെ തന്നെ നഗരങ്ങളിലെ നിയമവിരുദ്ധമായിട്ടുള്ള ഫാക്ടറികളിൽ
വിയർപ്പ് ശാലകൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്, സ്വെറ്റ് ഷോപ്പ് എന്ന്. അവിടെ യാതൊരു വിധത്തിലുള്ള തൊഴിൽ സംരക്ഷണവും ഇല്ലാതെ പണിയെടുക്കേണ്ടി വരുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ ഇതിനകം വന്നിട്ടുണ്ട്. മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇത് സർവത്ര വ്യാപകമായിട്ട് നിലനിൽക്കുന്നു. ഒരു കാലത്തും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഫരീദാബാദ് പോലുള്ള വലിയ വ്യാവസായിക കേന്ദ്രങ്ങളിൽ 12 മണിക്കൂറൊക്കെയാണ് ഒരു ശരാശരി തൊഴിൽ ദിനമായിട്ട് ഇപ്പോഴും പരിഗണിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കർക്കശമായിട്ടുള്ള അടിച്ചമർത്തലിലൂടെ തന്നെ അത് നിലനിർത്താനാണ് ഭരണാധികാരികളും മുതലാളിമാരും ശ്രമിച്ചിട്ടുള്ളത്. ആ ഫാക്ടറികളിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ തൊഴിൽ നിയന്ത്രണങ്ങളെക്കുറിച്ച്, മാനേജ്മെൻറ്റിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അവിടുത്തെ ഫരീദാബാദ് സമാജ് പത്രം എന്ന് പറയുന്ന ഒരു തൊഴിലാളി മാധ്യമം വഴി നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഭൗതികവും ഭൗതികേതരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മളൊന്ന് നോക്കുക. ആ ബന്ധം എന്താണെന്ന് വ്യക്തമാക്കി തുറന്നു കാട്ടി തന്നത് മറ്റൊന്നുമല്ല, ഒരു ആത്മഹത്യയായിരുന്നു. ചൈനയിലെ ഫോക്സോൺ ഫാക്ടറിയിലെ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തതോടുകൂടിയാണ് ആ ഫാക്ടറിയിലെ അതിഭീകരമായ തൊഴിൽ സാഹചര്യത്തെക്കുറിച്ച് ലോകം അറിയാൻ കഴിയുന്നത്. ഫോക്സോൺ കമ്പനിയിൽ ഒരാൾ തൊഴിലാളിയായി ചേരുന്നതോടുകൂടി അയാളൊരു അടിമയായി മാറുകയാണ് ചെയ്യുന്നത്. പണിക്ക് പോകാനായിട്ട് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ പണിക്ക് കൊണ്ടുപോകും, ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. പണിയെടുത്ത് 18 മണിക്കൂറും അതിൽ കൂടുതലൊക്കെ പണിയെടുത്തതിന് ശേഷം തിരിച്ച് ആ ഫോക്സോൺ കമ്പനി തന്നെ ഏർപ്പാടാക്കിയിരിക്കുന്ന താമസ സ്ഥലത്തേക്ക് മടങ്ങിയെത്തണം ബസ്സിൽ, അവരുടെ ബസ്സിൽ. വീണ്ടും വെളുപ്പിന് തിരിച്ചങ്ങോട്ട്. അല്ലാതെ പുറം ലോകമായിട്ട് അവർക്കൊരു ബന്ധവും ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെ കേരളത്തിൽ കിറ്റക്സിലൊക്കെ തന്നെ നടക്കുന്നത് പോലെ തന്നെ അവിടെ തന്നെ താമസിപ്പിച്ചിട്ടാണ് പണിയെടുപ്പിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ ഭീകരമായ തൊഴിൽ സാഹചര്യം സഹികെട്ടിട്ടാണ് ചില തൊഴിലാളികൾ അന്ന് അവിടെ ആത്മഹത്യ ചെയ്യുന്നത്. അതോടുകൂടിയാണ് ഈ കഥ പുറം ലോകത്തേക്ക് അറിയുന്നത്. ഇനി ഈ ഫോക്സോൺ കമ്പനി ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദനം നടത്തിയതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഐഫോൺ പോലെയുള്ള, അതുപോലെ തന്നെ ഐപാഡ് പോലെയുള്ള, ആപ്പിൾ മാക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് പോലെയുള്ള ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സാധനങ്ങളൊക്കെ തന്നെയാണ്, ഉപകരണങ്ങളൊക്കെ തന്നെയാണ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഈ ഫാക്ടറികളിൽ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭൗതികേതരമായ ഈ പണി, മാക്ക് ഉപയോഗിച്ചിട്ട് ഒരു സാങ്കേതിക വിദ്യ പണിയെടുക്കുമ്പോൾ അത് ഭൗതികേതരമാണ്. പക്ഷേ ആ മാക്കിൻ്റെ കമ്പ്യൂട്ടർ, ആപ്പിളിൻ്റെ കമ്പ്യൂട്ടർ പണിയെടുത്തത് അടിമവേലയിൽ കൂടിയാണ്, ഉൽപ്പാദിപ്പിച്ചത് അടിമവേലയിലൂടെയാണ്. അപ്പോൾ ഈ ബന്ധം കാണാതെ ഇനിയിപ്പോൾ എല്ലാം ഭൗതികേതരമായി, തൊഴിലാളി തന്നെ അപ്രത്യക്ഷമായി എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്, വസ്തുതകളിൽ നിന്ന് സത്യം കണ്ടെത്തുന്നതിന് പകരം കൽപ്പിതമായൊരു ലോകമുണ്ടാക്കി, കൽപ്പിതമായൊരു സിദ്ധാന്തം പടച്ചുണ്ടാക്കി, എന്നിട്ട് അത് കൊട്ടിഘോഷിക്കുകയല്ലേ അവർ ചെയ്തത്. എന്തിനാണ് അതങ്ങനെ ചെയ്തത് എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പിന്നെ കടക്കാം. തങ്ങളുടെ ഈ സിദ്ധാന്തം, ജനസഞ്ചയത്തെക്കുറിച്ച് പറയുന്ന സിദ്ധാന്തം വർഗസങ്കല്പനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ സജ്ജമാക്കി ഒന്നാണെന്ന് അവർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു, നെഗ്രിയും ഹാർഡും. മാർക്സിസത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനോപാധികളോടുള്ള ബന്ധം, അധ്വാനത്തിൻ്റെ സാമൂഹ്യ സംഘാടനത്തിലെ പങ്ക്, തൽഫലമായി സാമൂഹ്യ സമ്പത്തിലുള്ള പങ്ക്, അത് ലഭ്യമാകുന്ന രീതി, ഇതൊക്കെ തന്നെയാണ് വർഗങ്ങളെ വേർതിരിക്കുന്നത്. ഉൽപ്പാദന വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെട്ട് രൂപം കൊള്ളുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വിഷയത്തെ സമീപിക്കുമ്പോൾ ഇതുവരെ രൂപം കൊണ്ട വർഗങ്ങളിൽ നിന്ന് തൊഴിലാളി വർഗം വ്യത്യസ്തമാകുന്നതിൻ്റെ ഘടനാപരമായ അടിസ്ഥാനം മനസ്സിലാക്കാൻ കഴിയും. ആ ഘടനാപരമായ വ്യത്യാസം കൊണ്ട് തന്നെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വപരമായ പങ്കിനെക്കുറിച്ച് മാർക്സിസം പറയുന്നത്. തൊഴിലാളി തന്നെ ഇല്ല, ഇപ്പോൾ എല്ലാം ഭൗതികേതരമായി എന്ന നെഗ്രിയുടെയും ഹാർഡിൻ്റെയും ജനസഞ്ചയ സിദ്ധാന്തം
ഒടുവിലെത്തുന്നത് തൊഴിലാളികളെ മാത്രമല്ല കർഷകരെ കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്, കർഷകരെ തൊഴിലാളി വർഗത്തിന് പുറത്തുള്ളവരായിട്ടാണ് എന്നും കരുതിയിട്ടുള്ളത്, തൊഴിലാളി വർഗമായി മാറേണ്ടവരായി. ഇത് വെറും അസംബന്ധമാണ്. കാരണം എന്താ കാരണം? കർഷകരെന്നും പണിയെടുത്തിരുന്നു. അപ്പോൾ പണിയെടുക്കുന്നവരൊക്കെ തൊഴിലാളി, കർഷകനും തൊഴിലാളിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന അടിയാളരും തൊഴിലാളികളായിരുന്നു. അതുപോലെ തന്നെ റോമിലെ അടിമകൾ തൊഴിലാളികളായിരുന്നു. കാരണം അവരൊക്കെ പണിയെടുത്തിട്ടുണ്ട്, അല്ലാതെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ പണിയെടുക്കുന്നവരൊക്കെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്ത് സമീപനമാണത്? എവിടെയാണ് ഇതിൻ്റെ വർഗവിശകലനം ഉള്ളത്? ഉൽപ്പാദന ബന്ധത്തിലുള്ള ഉൽപ്പാദന വ്യവസ്ഥയിലുള്ള സവിശേഷ സ്ഥാനം എവിടെയാണ് നിർണ്ണയിക്കുന്നത്? അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ വർഗസമീപനമാണ് പിന്തുടരുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? മാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ പണിയെടുക്കുന്നവരാണ് കർഷകർ, അതുകൊണ്ട് അവർ തൊഴിലാളികളാണെന്നൊക്കെ പറയുമ്പോൾ ഫലത്തിൽ സംഭവിക്കുന്ന എന്താണ്? കാർഷിക പ്രശ്നത്തിൻ്റെ കാതലായ കാര്യം ഇല്ലാതാക്കുകയാണ്. കാരണം കാർഷിക പ്രശ്നം എന്ന് പറയുന്നത് മൂന്നാം ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക പ്രശ്നം എന്ന് പറയുന്നത് കാതലായ കാര്യം ഭൂപ്രശ്നമാണ്. പണിയെടുക്കുന്നവർക്ക്, കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് ആ ഭൂമി കിട്ടണം. അതാണ് കാർഷിക പ്രശ്നത്തിൻ്റെ പരിഹാരം. അപ്പോൾ അവരെ ഭൂ ഉടമകളാക്കി മാറ്റുകയാണ് കാർഷിക വിപ്ലവത്തിലൂടെ ചെയ്യുന്നത്, അല്ലാതെ ഭൂരഹിതരാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാർഷിക പ്രശ്നത്തിൻ്റെ പ്രാധാന്യം നിഷേധിക്കുന്ന, അതിൻ്റെ ആവശ്യകത തന്നെ നിഷേധിക്കുന്ന, കർഷകരെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് നെഗ്രിയുടെയും ഹാർഡിൻ്റെയും ജനസഞ്ചയത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങേയറ്റം യൂറോ കേന്ദ്രീകൃതമായൊരു സങ്കല്പമാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇനി യൂറോപ്പിലെ തന്നെ കർഷകരും ഇത് എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണ്. കാരണം അവരും അംഗീകരിക്കുന്ന ഭൂപ്രശ്നമല്ലെങ്കിലും കർഷകരെന്ന നിലയ്ക്ക് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്, ചെറുകിട കർഷകർ. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ഇതെല്ലാം തീർന്നു എന്നിവർ പറയുമ്പോൾ വാസ്തവത്തിൽ അവർ ആരെയാണ് ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ വിമോചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? 2017 അസംബ്ലി എന്ന പുസ്തകത്തിലാണ് ജനസഞ്ചയങ്ങൾ ഭൗതിക ശക്തിയായി പ്രത്യക്ഷപ്പെടുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നെഗ്രിയും ഹാർഡും വിസ്തരിച്ചെഴുതിയത്. ടുണീഷ്യയിലും മറ്റും നടന്ന വസന്ത വിപ്ലവങ്ങൾ, അതുപോലെ അമേരിക്കയിലെ ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകത്തെ തുടർന്ന് ഉയർന്നു വന്ന് കറുത്തവരുടെ ജീവനും വിലയുണ്ട് എന്നുള്ള പ്രസ്ഥാനം, ഇതൊക്കെ തന്നെയാണ് ഉദാഹരണം. നേതൃത്വം തന്ത്രപരമായ ദിശ നിശ്ചയിക്കുന്ന പഴയ രീതിയല്ല ഇതിൽ കാണുന്നത് എന്നിവർ പറയുന്നു. ജനസഞ്ചയം തന്ത്രം നിശ്ചയിക്കുകയും അതിൻ്റെ അടവുപരമായ നിർവഹണത്തിന് ചിലരെ നിയോഗിക്കുകയുമാണ്. ഭാവി സമൂഹങ്ങളുടെ രൂപം ഇതായിരിക്കുമെന്നും അവർ പറയുന്നുണ്ട്. ജനക്കൂട്ടങ്ങൾ തെരുവുകളെ കൈയടക്കി കലാപം ചെയ്ത് അധികാരത്തിലുള്ളവരെ തകിടം മറിച്ച് ഒട്ടും പുതിയ കാര്യമല്ല. ലോക ചരിത്രത്തിലുടനീളം അത്തരം ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റഷ്യയിലെ 1917 ഫെബ്രുവരി വിപ്ലവം ഒരു ഉദാഹരണമാണ്. സ്വയോത്ഭവമായി ഉണ്ടായൊരു വിപ്ലവമാണ്, അല്ലാതെ ഏതെങ്കിലും പാർട്ടികൾ സംഘടിപ്പിച്ചതായില്ല. സ്ത്രീ തൊഴിലാളികൾ പ്രകടനവുമായി തെരുവിലിറങ്ങുകയും അത് ഒരു വലിയൊരു കലാപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിലിടപെടുന്നത്. ലോക ചരിത്രത്തിൽ തന്നെ മാറ്റിമറിച്ച മറ്റൊരു വിപ്ലവമായ ഫ്രഞ്ച് വിപ്ലവം ഇതുപോലെ സ്വയംഭവമായ ജനക്കൂട്ടത്തിൻ്റെ ഒരു വിപ്ലവമായിരുന്നു. ആ വിപ്ലവമൊക്കെ പൊട്ടി പുറപ്പെട്ടതിന് ശേഷമാണ് നേതൃത്വപരമായ പങ്കുവഹിക്കാനായിട്ട് ബൂർഷ പാർട്ടികൾ അതിലിടപെടുന്നത്. ഇത് തന്നെ നമുക്ക് ലോകത്തിൽ പലയിടത്തും കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു പുതുമയല്ല. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എന്തോ പുതിയ കാര്യമാണ് ഇപ്പോൾ നടക്കുന്നതെന്നൊക്കെ വാദിക്കുമ്പോൾ വാസ്തവത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഇത്തരം സംഭവങ്ങളിൽ, ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ടുണീഷ്യയിലെ വസന്ത വിപ്ലവം, അതുപോലെ ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളൊക്കെ നടന്ന ഈ പറയുന്ന വസന്ത വിപ്ലവങ്ങൾ, ജോർജ് ഫ്ലോയിഡിൻ്റെ
കൊലപാതകത്തെ തുടർന്ന് അമേരിക്കയിലുണ്ടായ ജനമുന്നേറ്റം, ശ്രീലങ്കയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം, നമ്മളുടെ ഇവിടെയുള്ള CAA പ്രക്ഷോഭം, അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ മുന്നേറ്റം, അങ്ങനെയുള്ള പല ജനകീയ പ്രക്ഷോഭങ്ങളും നമുക്ക് പുതുതായിട്ട് കാണുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങൾക്കൊരു പുതുമയുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. എന്താണ് ആ പുതുമ? അസംഘടിതരായവർക്കും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിപുലമായ പ്രചരണവും അണിനിരത്തലും ഇന്ന് സാധ്യമാണ്. മുമ്പുണ്ടാകാതിരുന്നൊരു കാര്യമാണ്. മുമ്പ് അസംഘടിതരായവരിലേക്ക് ഒരു രാഷ്ട്രീയ ആശയം എത്തിക്കണമെങ്കിൽ, അവരെ അണിനിരത്തണമെങ്കിൽ, സ്വയംഭവമായിട്ട് അവർ തെരുവിലിറങ്ങുന്ന വേറെ കാര്യം, അവരെ അണിനിരത്തിക്കൊണ്ട് തെരുവിലിറങ്ങണമെങ്കിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ശൃംഖല ആവശ്യമായിരുന്നു. കാരണം സാമാന്യ ജനങ്ങൾക്ക് അങ്ങനെയുള്ള വാർത്താവിനിമയ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഫോണും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ഒരു സാഹചര്യത്തിൽ ഇടപെടാനായിട്ട്, വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കാനായിട്ടും, ഈ മാധ്യമങ്ങളിലൂടെ ശൃംഖലകൾ സൃഷ്ടിച്ചെടുക്കാനായിട്ടും, ആ ശൃംഖലകളെ ആശ്രയിച്ചുകൊണ്ട് വലിയൊരു തോതിൽ ജനങ്ങളെ തെരുവിലിറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അസംഘടിതമായിട്ട് നടക്കുന്നൊരു കാര്യമല്ല ഇത്. പെട്ടെന്നൊരു ദിവസം ജനങ്ങൾ അങ്ങോട്ട് ബോധോദയം ഉണ്ടായി ചാടി എഴുന്നേറ്റ് തെരുവിലിറങ്ങിയതല്ല. നേരെ മറിച്ച് അതിൻ്റെ പുറകിലൊരു ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പറയുന്നൊരു സംഘടിത ശക്തി അല്ലാതെ ഒരു സംഘടന ആയിരിക്കില്ല, ചില വ്യക്തികളാണ്. പക്ഷെ ആ വ്യക്തികൾ ഒരു ശൃംഖല സൃഷ്ടിക്കുന്നുണ്ട്, ആ ശൃംഖലയ്ക്ക് ഒരു സംഘടനയുടെ സ്വഭാവം വരുന്നുണ്ട്. അങ്ങനെ അവർ ജനങ്ങളെ അണിനിരത്തുമ്പോൾ പലപ്പോഴും ഈ വ്യക്തികൾ തന്നെയാണ് ആ ജനമുന്നേറ്റത്തിന് നേതൃത്വമായിട്ട് അംഗീകരിക്കപ്പെടാറുള്ളത്. കാരണം അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ നിലപാടുകൾ ആ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് അവരങ്ങനെ സ്വീകരിക്കപ്പെടുന്നത്. അല്ലാതെ ജനസഞ്ചയം കൂടി ആലോചിച്ചിട്ടൊരു തന്ത്രം നിശ്ചയിക്കുകയും എന്നിട്ട് ചില ആൾക്കാരെ നിയോഗിക്കുകയോ അല്ല ചെയ്യും. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. വസ്തുത ഇതാണ്. പക്ഷേ ഈ പുതുമയുണ്ട്, ഇന്നത് പുതുതായിട്ട് സാധ്യമാണെന്നുള്ളത്. മറ്റൊന്ന്, ലോക സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള അറിവും അത് നൽകുന്ന പ്രചോദനവും മുമ്പത്തേക്കാൾ എത്രയോ അധികമാണ്. മുമ്പ് ലോക സംഭവവികാസങ്ങൾ, മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ് നേരിട്ട് കിട്ടാറുള്ളത്. നേരിട്ടെന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ. പക്ഷേ ആ മാധ്യമങ്ങൾ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇന്നതല്ല അവസ്ഥ. TV-യിലൂടെയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെയൊക്കെ തന്നെ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്തുന്നുണ്ട്. ഒരു മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് ഉപയോഗിക്കുന്ന ഒരാളുടെ മുമ്പിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ബോധ നിലവാരം ഉയർന്നിട്ടുണ്ട്, തിരിച്ചറിവ് ഉയർന്നിട്ടുണ്ട്. എന്താണ് നടക്കുന്നത്, എന്ത് സാധ്യമാണ്, എങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള അറിവും വികസിച്ചിട്ടുണ്ട്. ഇതും ഒരു പുതിയൊരു ഘടകം തന്നെയാണ്. ഈ വലിയ ജനക്കൂട്ടങ്ങളുടെ അണിനിരക്കലിനൊക്കെ സാധ്യമാക്കുന്നതിൽ അത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, അതിശക്തമായ ഭരണകൂട അടിച്ചമർത്തൽ മൂലം സംഘടിത വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാവുന്ന ഇടം തീരെ പരിമിതമാണ്. സംഘടിത ശക്തികളുടെ ഇടപെടൽ കുറയുന്നതിൻ്റെ, പലപ്പോഴും ഇല്ലാതാകുന്നൊരു പ്രധാന കാരണം ഇതാണെന്ന് നമ്മൾ മറക്കരുത്. അല്ലാതെ ജനങ്ങൾ അവരെ അവഗണിച്ചത് കൊണ്ടല്ല, അവരെ ഒഴിവാക്കിയത് കൊണ്ടല്ല. ശരിയായൊരു നിലപാട് ഉപയോഗിച്ച് മുമ്പോട്ട് വെച്ചുകൊണ്ട് ഒരു സംഘടിത ശക്തി ഒരു സാഹചര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ ജനങ്ങൾ അതിന് സ്വീകരിക്കും. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന പ്രശ്നത്തിന് ഒരു ഉത്തരം, അത് പരിഹരിക്കാനായിട്ടൊരു ദിശ, ഇതാണ് അവരാവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ടൊരു സംഘടിത ശക്തിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെ സ്വീകരിക്കും. ആ സംഘടിത ശക്തിയുടെ അച്ചടക്കം ആ ജനക്കൂട്ടത്തെ വലിയൊരു വിപ്ലവ ശക്തിയാക്കി രൂപാന്തരപ്പെടുത്താനായിട്ട് സഹായകരമാകുന്ന കാര്യം ജനങ്ങൾക്കും അറിയാം. ഈ സംഘടിത ശക്തികളുടെ, വിപ്ലവ ശക്തികളുടെ അഭാവം, ഭരണകൂട അടിച്ചമർത്തൽ മൂലം ഉണ്ടായിരിക്കുന്ന ഈ അഭാവം നെഗ്രിയും ഹാർഡും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ലോക സാഹചര്യത്തിൽ പുതിയ സംഭവവാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരതെടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ നെഗ്രിസ്റ്റുകൾ അതൊന്നും കാണുന്നില്ല, അവർക്കതൊന്നും കാണാനുള്ള നേരവുമില്ല. പക്ഷേ ചുരുങ്ങിയ പക്ഷം ആ ഒരു
സത്യസന്ധത അല്ലെങ്കിൽ വിവേകം നെഗ്രിയും ഹാർഡും അവരുടെ കൃതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഇത്തരം ചില പുതുമകൾ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനസംഖ്യയിൽ സ്വയമേ അങ്ങോട്ട് ഉയർന്നു വന്ന് തന്ത്രം നിശ്ചയിച്ച് ആരെങ്കിലൊക്കെ നിയോഗിക്കലല്ല നടക്കുന്നത്. നേരെ മറിച്ച് ബോധപൂർവമായി ചുരുക്കം ചില ആൾക്കാരുടെ ആണെങ്കിലും ബോധപൂർവമായിട്ട് ഇടപെടലുണ്ട്. ആ ഇടപെടൽ അവിടെ ഫലിക്കുന്നത് ആ നിശ്ചിത സാഹചര്യത്തിൽ ഒരു ദിശ അവർ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ടാണ്. അതല്ല എങ്കിൽ ആര് വിചാരിച്ചാലും അങ്ങനെ ഒരു ജനക്കൂട്ടത്തിന് അണിനിരത്താൻ കഴിയില്ല. സാഹചര്യമുണ്ടെങ്കിലും ജനങ്ങൾ അണിനിരക്കണമില്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ കാണുന്ന എന്താണ്? ചുരുക്കം ചില വ്യക്തികളാണെങ്കിലും അവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നതെങ്കിൽ അതിൽ പുറകിലൊരു ചിന്തയുണ്ട്, ഒരു ആസൂത്രണമുണ്ട്. അപ്പോൾ ആസൂത്രണം ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നത്. നേരെ മറിച്ച് അതൊക്കെ താനേ ജനങ്ങൾ ചെയ്തോളും, അവരിൽ നിന്ന് തന്ത്രം ഉയർന്നു വരുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നേരെ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. ചൂഷകവർഗ അധികാരം ഇന്നും കേന്ദ്രീകൃതമാണ്. ആരെന്ത് പറഞ്ഞാലും ശരി വികേന്ദ്രീകൃതമാണ്, മറ്റാണ് മറിച്ചാണൊക്കെ ആരൊക്കെ എന്തൊക്കെ സിദ്ധാന്തിച്ചാലും ശരി, ലോക യാഥാർത്ഥ്യം അതാണ്. ചൂഷക അധികാരം, ചൂഷക വർഗങ്ങളുടെ അധികാരം ഇന്നും കേന്ദ്രീകൃതമാണ്. അതൊരു മർദ്ദക ഉപകരണമാണ്. അതിനെ തകിടം മറിച്ച് അധികാരം കൈയടക്കണമെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കുന്ന ശക്തികളെ, അതിനോട് വൈരുദ്ധ്യമുള്ള ശക്തികളെ പരമാവധി അണിനിരത്തി ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള കേന്ദ്രീകൃതമായൊരു വിപ്ലവ ശക്തി തന്നെ ഉണ്ടായേ പറ്റും. ഒരു വിപ്ലവ പാർട്ടി ഉണ്ടായേ പറ്റും. അവർ നെഗ്രിയുടെയും ഹാർഡിൻ്റെയും പദ്ധതിയിൽ വിപ്ലവമില്ല. അപ്പോൾ പിന്നെ സംഘടനയും വേണ്ട, നേതൃത്വവും വേണ്ട. അത്രയേ ഉള്ളൂ കാര്യം. 21ാം നൂറ്റാണ്ടിലെ ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നാണ് എംപയർ എന്ന കൃതിയുടെ മലയാള വിവർത്തനത്തിന് ആമുഖമായി എഴുതിയ ബി രാജീവൻ വിശേഷിപ്പിച്ചത്. ശരിയാണ്, പരിഷ്കരണവാദ ഇടതിന് അത് എന്നും ചേരുന്നൊരു കാര്യം തന്നെ. അതിന് മാനിഫെസ്റ്റോ ആയിട്ടത് പറ്റിയ സാധനം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ പറയാനുള്ളത്. വീണ്ടും 2 ആഴ്ചയ്ക്ക് ശേഷം ആയിരിക്കും ഇത് ചെയ്യുക. അന്ന് ആനുകാലിക സംഭവവികാസങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുക.